ഓം മഹാശിവയോഗീശ്വരായ നമഃ. നമ്മുടെ പ്രശസ്ത മ്യൂസിക് ഡയറക്ടറായ അലക്സ് പോൾ സാർ മഹാനായ ശിവയോഗിയുടെ സദസ്സിൽ വരികയും അദ്ദേഹം കമ്പോസ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഈ മഹാനായ ശിവയോഗിക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. ആ പാട്ട് ഞാനിവിടെ പ്ലേ ചെയ്യുകയാണ്, എല്ലാവരും കേൾക്കുക. വിദേശത്താണ്. അപ്പോൾ പുള്ളി പറഞ്ഞ അച്ഛനായിട്ട് ഇങ്ങനെ ഒരു സോങ് ചെയ്യണമെന്ന്. അപ്പം എനിക്ക് തോന്നി, എന്തോ ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി, അത് ഞാനും അത് മനസ്സിൽ കണ്ടുകൊണ്ടിട്ട് അതൊരു പെയിൻ്റൊന്നും വൈകാതെ തന്നെ അങ്ങനെ ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിനുശേഷം പലപ്പോഴും പുള്ളി വിളിക്കാണ്ട് പണ്ടത്തെ മനസ്സിലായി അങ്ങനെ ഇതുവരെ പോകുന്നുണ്ട്. പിന്നെ ഇതിലെ വരികൾ എഴുതിയിരിക്കുന്നത് വിനോദ്. വിനോദിന്റെ സ്ഥലം എവിടെയാണ്? ഖത്തറിലാണ്. ഓക്കെ, വിനോദ് എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ഈ ഇത് പാടിയെല്ലാം കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിലവിൽ പല്ലവി അനുവല്ല ചേർന്നാത്രേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ബാക്കി വാങ്ങണം സെയിം ആ ട്യൂൺ തെറ്റാത്ത അതേ വൃത്തത്തിൽ തന്നെ ഇതിൽ ഓരോ ഭക്തന്മാർക്കും എഴുതാൻ കഴിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും ഞാൻ സംഗീതം ചെയ്തതല്ല, നിങ്ങൾ രജിസ്റ്റർ ചെയ്തതല്ല എന്നാണ് ചിന്തിക്കേണ്ടത്. ഇത് കുട്ടൂസിൻ്റെ ഒരു മനസ്സുകൊണ്ടിട്ട് സംഭവിച്ചതാണത്, അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ ലിറിക്സ് എഴുതാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതുപോലെ ഇതിൻ്റെ സംഗീതത്തിൽ ഇനിയും ഇതിനെ ഡെവലപ്പ് ചെയ്ത് പാടാൻ എല്ലാവർക്കും അവകാശമുണ്ട്. നിലവിലുള്ള ആ വൃത്തത്തിൽ നിന്നുകൊണ്ടിട്ട് ഇനിയും മനോഹരമായിട്ട് പാടാൻ കഴിയും. കഴിഞ്ഞ ദിവസം അച്ഛനെ അറിയാവുന്നതാണ്. നമ്മളവിടെ സമയത്ത് എൻ്റെ സിമ്പിളായുള്ള പാട്ടുകൾ പോലും ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പാട്ടല്ലേ നിങ്ങൾക്ക് ഒന്നും കൂടി അത് മനോഹരമായി പാടാമെന്ന് പറഞ്ഞു അല്ലേ. അത് ഒന്നാമത്തെ അവസ്ഥയായിരുന്നില്ല അല്ലേ. അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ഓരോ പാട്ടുകാർ പാടുമ്പോഴും അവരവരുടെ തരത്തിലായ കുറച്ചൊക്കെ ഡെവലപ്പ് ചെയ്തു. ഡെവലപ്പ് ചെയ്യുന്നതല്ല, അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന രീതിയിലാണ്. അതെ അതെ, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പം ചെറിയൊരു പരിമിതിയിൽ നിന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്, ചെറിയൊരു സിസ്റ്റം. ഇതല്ല, നമുക്ക് സൂപ്പറായ സൗണ്ട് സിസ്റ്റവും എല്ലാ കാര്യങ്ങളും എന്ന് മാത്രമല്ല, നമുക്കിവിടെ ഒരു ബുക്കും വെക്കാം എൻ്റെ തുടർച്ചയായിട്ടുള്ളത്. ഇതിപ്പോൾ പല അനുവദിച്ച എണ്ണമുണ്ടെങ്കിൽ മറ്റേ കൂടുതലായിട്ട് വരികളുള്ളത് ഇത് ചെയ്യാം. പിന്നെ നമുക്ക് അന്നത്തെ ദിവസം മനോഹരമാണ് കേട്ടോ. അപ്പോൾ ഈ പാട്ട് പാടാനായിട്ട് ഇപ്പോൾ നിശ്ചയിച്ചത് ഭാഗ്യം പോലെ കിട്ടിയിരിക്കുന്നത് അച്ഛനാണ്. പലരെ കൊണ്ട് നമ്മൾ പാടാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല. അതൊക്കെയാണ് അത്ഭുതം. അതായത് പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്. വേറെ പലരൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് പഠിക്കാൻ പറ്റണില്ല, പഠിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത്. അത് അച്ഛനോ. അപ്പൊ അതിനിടയ്ക്ക് എന്താ വെച്ചാല് അത് സംഗീതത്തിൽ കഴിവുള്ള ആളുകൾ തന്നെയാണ് വന്നത്. പേര് പറഞ്ഞ ശരിയല്ല, അത് അവരുടെ കഴിവുകൊണ്ടിട്ടല്ല. അത് അപ്പൊ അച്ചു ആണെങ്കിൽ അവിടെ നിന്നിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞാൽ ആ വന്നിട്ടുണ്ടല്ലോ, ഒരുപാട് സംഗീതത്തിൽ ഒരുപാട് കഴിവുള്ള ആളല്ലേ, ആ കുട്ടി പാടിക്കോട്ടെ. ഞാൻ പാടുന്നില്ല, കഴിവുള്ള ബിരുദമൊക്കെ ആളാണ് മ്യൂസിക്കില്. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അതിനെ പഠിച്ച് പാടാൻ പറ്റുന്നതാണ് സത്യം. അത് ഒരു ദൈവനിശ്ചയമാണ്, എന്നാണ് പാടുന്നത് അല്ലേ. നമുക്കത് അതുമാത്രം വേറെ അനുഭവം നടന്നതെന്ന് വെച്ചാല്, ഞങ്ങൾ സത്യത്തില് മൈനസ് പോലെ തന്നെ പ്ലസ് ആയിട്ടൊക്കെയാണ്. പ്ലസ് എന്ന് പറയുന്നത് പാട്ടും ഉൾപ്പെടെയുള്ളത്, പിന്നെ കരോക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പ്ലസ് കാണുന്നില്ല. അതായത് ഈ ഗാനമേളകളില് പാട്ടുകാർ തൊണ്ട വേനൊക്കെ ഉള്ള ദിവസം എന്തെന്ന് വെച്ചാല് അഭിനയിക്കും, പ്ലസ് ഇട്ടിട്ട് ഇങ്ങനെ പാടും, ലുപ്പിങ്ങനെ കാണിക്കും. ആ പണി അച്ചു മോളെ എനിക്ക് ചെയ്യണ്ട, മൈനസിട്ട് പാടി പറയായിരുന്നു. അപ്പൊ നമുക്ക് പാട്ട് നമുക്ക് കേൾക്കാം. പിന്നെ അതിനുശേഷം പാടിന് ശേഷം നമുക്ക് അതിന്റെ പ്ലസ് എല്ലാവർക്കും തന്നെ അഴിച്ചു കൊടുക്കാം അല്ലേ. അഴിച്ചു കൊടുക്കാമല്ലോ. ശരി, പാടിക്കോ. പ്ലസ് കൊണ്ട് വന്നതാണല്ലേ. ചേട്ടാ നാരായണനെ കൂടെ എടുക്കണേ. നാരായണന്റെ ഫോട്ടോ ഞാൻ എടുക്കുന്നുണ്ട്.
ശിവയോഗീശ്വരന് വേണ്ടി ഒരു ഗാനം സമർപ്പിച്ച അലക്സ് പോൾ സാറിന് നന്ദി. ഓം മഹാ ശിവയോഗീശ്വരായ നമഃ.